ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകതന്ത്രയും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഗൗതമിൻ്റെയും അളകനന്ദിൻ്റെയും കഥകൾ ഒരുപാട് പേർക്ക് മിസ്സാകുന്നുണ്ട്. കാരണം ഉച്ച സമയത്തെ കഥ മാറ്റിയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിനെ മറന്നു കളഞ്ഞിരിക്കുക. എന്നാൽ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയിലേക്ക് വരികയാണ്. കാരണം നമ്മുടെ വിമലിൻ്റെ വരവോടുകൂടി ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും കഥയിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നേരിട്ട് കാണാൻ പറ്റാത്തവർ നമ്മുടെ ചാനലിലൂടെ ഇത് കേൾക്കുവാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ ആരംഭിക്കുന്ന നമ്മുടെ വിമലിൻ്റെ അമ്മ സാവിത്രി സുമംഗലയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. എൻ്റെ മോൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവൻ അവകാശപ്പെട്ടത് അവൻ മേടിച്ചെടുക്കും, അതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കരുതിക്കോളാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് സാവിത്രി. അപ്പോൾ പെട്ടെന്ന് സ്തംഭിച്ച് നിൽക്കുന്ന സുമംഗലനെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം കാണുന്നത് സാവിത്രിയുടെ അടുക്കിലേക്ക് എന്താ തള്ള നിങ്ങൾ കാണിക്കാൻ പോകുന്നതെന്ന് ചോദിച്ച് വിമൽ വരുന്നു. വിമലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ തള്ള എന്നൊരു വിളിയാണ്. ബഹുമാനമോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോ ഇല്ലാത്ത ഒരു സംഭാഷണമാണ് വിമലിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലരെയും താൻ തള്ള എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയും അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത, ബഹുമാനം കൊടുക്കാത്ത ഭാഷയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തൻ്റെ സ്വന്തം അമ്മയെ പോലും തള്ളേ എന്ന് വിളിച്ചുകൊണ്ട് എന്താ തള്ളേ നിങ്ങൾ കാണിക്കുവാൻ നിങ്ങളുടെ ഉദ്ദേശമെന്ന് ചോദിച്ച് ചെല്ലുകയാണ്. അപ്പോൾ ഈ ഫോൺ വിളിച്ചത് എന്തിനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് വിമൽ ചോദിക്കുക, നിങ്ങൾക്ക് ഇതുവരെ മതിയായില്ലേ എന്നെ ആട്ടിപ്പുറത്താക്കി അല്ലെങ്കിൽ പിഴച്ചു പറ്റ കുടുംബത്തിലേക്ക് ഞാൻ അവകാശം തേടി ചെല്ലണോ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് സാവിത്രി പറയുകയാണ്, നീ പോകണം, കാരണം നീ നിന്റെ അവകാശം അവിടെ നിന്ന് നേടിയെടുക്കണം, എന്നാൽ മാത്രമേ നീ തന്തയില്ലാത്തവനല്ല എന്ന് നിനക്ക് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കുവാൻ പറ്റത്തുള്ളൂ എന്ന് പറയുക. അല്ലാത്ത പക്ഷം നീ പോയില്ലെങ്കിൽ നിന്നെ ഈ നാട്ടുകാരും സമൂഹവും വിളിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അല്ലെങ്കിൽ തലയൂരുന്ന നമ്മുടെ സാവിത്രിനെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഈ സാവിത്രിയുടെ ഈ സംസാരം നമ്മുടെ ഈ വിമലിനെ ഒരുപാട് സ്പർശിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അതിനുശേഷം കാണുന്നത് നമ്മുടെ പിങ്കിനെ കേട്ടോ. ഇന്ദീവരത്തേക്ക് വരാം. ഇന്ദീവരത്ത് പിങ്കി വളരെ എൻജോയ് ചെയ്ത്, അതായത് ഒരു ബെസ്റ്റ് ടൈം മ്യൂസിക് കേട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നടുമുറി അല്ലെങ്കിൽ തിണ്ണയിൽ നിന്ന് അല്ലെങ്കിൽ വരാന്തയിൽ നിന്ന് ഇങ്ങനെ നൃത്തം ചെയ്യുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പോൾ നന്ദ ഇത് കണ്ടുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി വരുക. ഇവളോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലല്ലോ, ഇവളെങ്ങനെ നൃത്തം ചെയ്യുക. പിങ്കി അങ്ങ് വളരെ സന്തോഷത്തില്ല. പക്ഷേ ഈ സന്തോഷം മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന സന്തോഷമല്ല, നന്ദയെ കാണിക്കണം, നന്ദയുടെ മുൻപിൽ ജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രകടനമാണ്. അങ്ങനെ പെട്ടെന്ന് വന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന പിങ്കിയുടെ അടുക്കൽ വന്ന് നന്ദ ഈ ടേപ്പ് സെറ്റ് അല്ലെങ്കിൽ ഈ ഓഡിയോ സെറ്റ് അങ്ങ് നടത്തുക. അപ്പോൾ പെട്ടെന്ന് എന്താ നന്ദ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് പിങ്കി നന്ദയ്ക്ക് നല്ല തിരിയുക. അപ്പം നന്ദ പറയാണ്, പിങ്കി ഇതൊക്കെ ഓവറായില്ലേ, കാരണം കുറച്ച് ദിവസമായല്ലോ നീ ഈ നൃത്തവും പാട്ടും ഒക്കെ കേൾക്കുന്നു, അത് കൊച്ചിന് ബോറായി കാണും, അതുകൊണ്ട് ഇത് നിർത്താൻ പറയാം. അപ്പം പെട്ടെന്ന് പിങ്കി ചോദിക്കുക, പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നന്ദ പറയാണ്, നീ ബോറടിക്കണ്ട, നിനക്ക് ബോറടിക്കാതിരിക്കാൻ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതെന്താണ് എന്ന് ചോദിക്കുക പിങ്കി. അപ്പോൾ നീ ഇന്ന് മുതൽ പാട്ടും കൂത്തൊക്കെ നിർത്തി ഇന്ന് മുതൽ നീ സംസ്കൃതം പഠിക്കുവാൻ പോവുകയാണെന്ന് പറയും. സംസ്കൃതമോ? അതെന്തിനാ ഞാൻ സംസ്കൃതം പഠിക്കുന്നത്, എനിക്കൊന്നും സമയമില്ല എന്ന് പറയും, എനിക്ക് പറ്റത്തില്ല എന്ന് പറയാണ്. ഇല്ല, നീ സംസ്കൃതം പഠിക്കണം, കാരണം ഇത് എൻ്റെ തീരുമാനമല്ല, ഇത് വലിയമ്മയുടെയും ഗൗതം സാറിൻ്റെയും അങ്ങനെ എല്ലാവരുടെയും കൂടെ തീരുമാനമാണ് നീ സംസ്കൃതം പഠിക്കണം. സംസ്കൃതം പഠിക്കുമ്പോൾ വയറ്റിലുള്ള കുഞ്ഞിന് ഒരുപാട് സന്തോഷവും അതുപോലെ ദൈവിക ഭാഷയാണ് ഈ സംസ്കൃതം, നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഇത് പഠിപ്പിച്ചോളാൻ എല്ലാവർക്കും തീരുമാനമുണ്ട് എന്ന് പറയുകയാണ്. നീ പഠിക്കണം, അത് പഠിക്കാതെ പറ്റത്തില്ല എന്ന് പറയാം. അപ്പം പെട്ടെന്ന് പിങ്കിക്ക് മനസ്സിലായി ഇത് അല്ലെങ്കിൽ വിലിയമ്മയും ഗൗതമും എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത കാര്യമാണ് എന്ന് പിങ്കിക്ക് മനസ്സിലായി. അപ്പം നന്ദയുടെ ഈ സംസ്കൃത പഠിക്കണമെന്ന നടപടി അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പിങ്കിക്ക് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് ഈ സമയത്ത് നന്ദ വിളിക്കുകയാണ്, നിനക്ക് അത് പഠിപ്പിക്കുവാൻ ഒരാളെ കൊണ്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്നിട്ട് നന്ദ വിളിക്കുകയാണ്, കമല എന്ന് വിളിക്കുകയാണ്, കമല ചേച്ചി എന്ന് വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് പിങ്കി ഓർക്ക്, കമലയോ, പുതിയൊരു അവതാരമാണല്ലോ, ഇതാരായിരിക്കും ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ അങ്ങോട്ട് കയറി വരുക കേട്ടോ, നമ്മുടെ പിങ്കിയുടെ അടുക്കിലേക്ക് വന്നതേ ഒരു നമസ്കാരം പറയുന്ന ഒരു ടീച്ചറാണ്, ഒരു ബാഗൊക്കെ തൂക്കിയിട്ട് വരികയാണ്, നമസ്കാരം പറയുന്നത്. അപ്പോൾ പിങ്കി ഇത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നന്ദ പറയുകയാണ്, പിങ്കി
നീ ഒരു നമസ്കാരം പറഞ്ഞിട്ട് തിരിച്ചൊരു നമസ്കാരം എങ്ങനെയും കൊടുക്കത്തില്ലേ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് പിങ്കി നമസ്കാരം തിരിച്ചു നമസ്കാരം എന്ന് ഒരു മനസ്സാർ കൊടുക്കുക പറയുകയാണ്. അപ്പം നന്ദ പരിചയപ്പെടുത്തുകയാണ്, ഇതേ ഈ ചേച്ചിയാണ് നിന്നെ ഇന്ന് മുതൽ സംസ്കൃതം പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് പിങ്കി മനസ്സിലായി പെട്ടുപോയത് തന്നെയാണെന്ന് മനസ്സിലാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. അങ്ങനെ പിങ്കിയുടെ ആദ്യം തന്നെ പരിചയപ്പെടുന്ന നമ്മുടെ കമല സംസ്കൃതത്തെക്കുറിച്ച് പറയുകയാണ്. സംസ്കൃതം പഠിക്കാനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് സംസ്കൃതം അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സ്കൂളിലൊക്കെ ഇച്ചിരി പഠിച്ചിട്ടുണ്ട്, അപ്പം പിന്നെ എളുപ്പമായില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതിയെ സോപ്പിട്ട് അടുപ്പിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത്. എന്തായാലും സംസ്കൃതം പഠിക്കുവാൻ നിർബന്ധിതയായി മാറിയ പിങ്കിയുടെ കഥയാണ് ഇന്ന് കാണുന്നത്. എന്തായാലും ഇതിനിടയിൽ പിങ്കി സംസ്കൃതം പഠിക്കുന്നതിനിടയിൽ നമ്മുടെ കമൽ ടീച്ചർ രാമൻ്റെ കഥയിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നിങ്ങൾ വിശദമായി കാണാൻ കഴിയും. രാമൻ്റെ കഥയിലേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പിങ്കിയുടെ പ്ലാൻ എന്തായാലും സംസ്കൃതം പഠിക്കണം, എന്നാൽ പിന്നെ പഠിക്കുമ്പോൾ നല്ലവണ്ണം പഠിച്ചേക്കാമെന്ന് പിങ്കിയും കരുതി. അപ്പോൾ നന്ദയ്ക്കും വളരെ സന്തോഷമായി. അങ്ങനെ ഇത് ദൈവിക ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞ് സംസ്കൃതത്തെക്കുറിച്ച് നമ്മുടെ ടീച്ചർ പറയുന്നു, അതിനെക്കുറിച്ച് അറിയാമെന്നൊക്കെ പറയുന്നു. അതിനിടയിൽ രാമൻ്റെ കഥയിലേക്ക് നമ്മുടെ ടീച്ചർ പോകുന്നു. അങ്ങനെ സേതുബന്ധനത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം പിങ്കി ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പിങ്കി ഈ രാമായണം പഠിക്കുവാൻ നിർബന്ധിതയായതുകൊണ്ട് തന്നെ പിങ്കി ഈ രാമൻ്റെ ഭാഗത്ത് ഗൗതമനെയും അപ്പോൾ സീതയുടെ ഭാഗത്ത് തന്നെയും പിങ്കിനെയും തന്നെ ഓർക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്തായാലും ടീച്ചർ രാമായണം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാമൻ്റെ കഥകളൊക്കെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ടീച്ചറിനോട് പറയാം, ടീച്ചറെ ഈ കഥ എനിക്ക് നല്ലപോലെ അറിയാം, എനിക്ക് അനുഭവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് ടീച്ചറെ ചില കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ ഈ രാമൻ്റെ ഭാഗത്ത് ഗൗതമും സീതയുടെ ഭാഗത്ത് അതുപോലെ ഈ പിങ്കിയുമാണ് എന്നുള്ള രീതിയിൽ ടീച്ചറെ ചില പുതിയ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്ന പിങ്കിയുടെ ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ കാണാം. അതിനുശേഷം കാണുന്ന അങ്ങനെ പഠിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നന്ദ അവിടെ വന്ന് നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പിങ്കിയും ടീച്ചറും നല്ല സൗഹൃദത്തിൽ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി പഠിക്കാൻ പിങ്കിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ തോന്നും കേട്ടോ. അതിനുശേഷം കാണുന്ന പിന്നെ വേറെ ഒരു ദിവസം നമ്മൾ ബിമലിനെയാണ് കാണിക്കുന്നത്. ബിമൽ 3-4 പേര് ഇരുന്ന് ഒരു മൈതാനത്തിരുന്ന് ചീട്ട് കളിക്കുകയും ഇതൊരു ഭാഗമാണ്. ചീട്ട് കളിക്കുന്നതിനിടയിൽ നമ്മുടെ ബിമലിൻ്റെ കയ്യിൽ മാത്രം മദ്യക്കുപ്പിയുണ്ട്. അപ്പം മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിമലിനോട് തൻ്റെ കൂട്ടുകാരന്മാർ ചോദിക്കട്ടെ ഞങ്ങൾക്കും കൂടെ ഒരു കവള് തട എന്ന് പറയുമ്പോൾ അതെ ഇത് എൻ്റെ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് പോകുന്നത് നല്ലത്, ഇതേ പൈസ 70 രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്, ഇത് എനിക്ക് കുടിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് ചീട്ട് കളിക്കുന്നതിനിടയിൽ ഈ മദ്യം കൂടെ കഴിച്ച് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുപോലെ ചീട്ടുകളിയൊക്കെ സമൂഹത്തിൽ നമുക്ക് നിയമപരമായിട്ട് വിലക്കപ്പെട്ടതാണ്. എന്തെങ്കിലും ഈ ആഭാസനായി മാറിയ അല്ലെങ്കിൽ അല്പം നെറുകെട്ട വഴി നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബിമലിനെ നമ്മൾ കാണുന്നത് കേട്ടോ. ഈ സമയത്ത് ഒരു പ്രായമേറിയ ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നതാണ്. പെട്ടെന്ന് ഈ ഒരു ബിമലിൻ്റെ ബൈക്ക് അവിടെ വഴിയിരിക്കുന്ന കണ്ട് പെട്ടെന്ന് മനസ്സിൽ സന്തോഷം തോന്നി. ഈ പ്രായമേറിയ ആ മുത്തശ്ശി അമ്മ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയും വിമൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് വരികയും പെട്ടെന്ന് വിമലിനെ ചെന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കും, ഈ തള്ള ഇങ്ങോട്ടും വന്നോ, നിങ്ങൾ ശല്യമാണല്ലോ എന്ന് പറഞ്ഞ് ഈ തള്ളേനെ ഓടിക്കാൻ ശ്രമിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. പക്ഷേങ്കിൽ ഈ പ്രായമേറിയ സ്ത്രീക്ക് നൊമ്പരപ്പം അല്ലെങ്കിൽ വേദനാജനകമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കാരണം തൻ്റെ ജോലി ചെയ്ത് താൻ എന്തോ ഒരു ജോലി ചെയ്ത് അല്ലെങ്കിൽ കൂലിവേല മറ്റ് വീടുകളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എന്തായാലും താൻ നല്ല സമയത്ത് ജോലി ചെയ്ത ഒരു 50,000 രൂപ ഒരു വ്യക്തി മേടിച്ചുകൊണ്ട് പോവുകയും പലിശ മേടിച്ച് തരാം എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ മന്മഥൻ എന്നൊരു വ്യക്തി ഈ പ്രായമേറിയ അമ്മയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ മേടിച്ചുകൊണ്ട് പോവുകയും നിങ്ങൾക്ക് പലിശ സഹിതം നിങ്ങൾക്ക് പൈസ തരാം, പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പലിശ നിങ്ങൾക്ക് തരാം എന്നും പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് പോയി. പക്ഷെ ഇതുവരെയും ചോദിച്ചിട്ട് ആ പൈസ കിട്ടാത്തത് കൊണ്ട് ബിമലിൻ്റെ അടുക്കൽ സഹായവുമായിട്ട് വരുന്ന ഒരു മാതാവിനെയാണ് നമ്മൾക്കൊരു പ്രായമേറിയ മാതാവിനെ നമ്മൾ കാണുന്നത്. അപ്പം മാതാവിനെ ആദ്യം വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ് ബിമൽ. ഒടുവിൽ ഈ സ്ത്രീ വളരെ സങ്കടത്തോടു കൂടി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോകുന്ന കാണുമ്പോൾ വിമലിൻ്റെ മനസ്സിന് വേദന ഉണ്ടാകുകയും അങ്ങനെ അവിടെ ചീട്ടുകളി വിട്ടിട്ട് താൻ ആ അമ്മയുടെ പുറകെ ചെല്ലുകയാണ്. തള്ള എന്ന് വിളിച്ചാൽ ചെല്ലുന്നുണ്ടോ. വലിയ വാക്കുകൾ വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. രൂക്ഷമായ രീതിയിൽ തന്നെ നിൽക്ക് തള്ളയാണെന്നും വിളിച്ച് അങ്ങോട്ട് ചെല്ലുകയും അങ്ങനെ എന്തിനാണ് നിങ്ങൾ പൈസ അവർ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് 50,000 രൂപ ഞാൻ കൊടുത്തത്
എനിക്ക് പലിശ സഹിതം തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞാണ് തരാമെന്നും പറഞ്ഞാണ് മേടിച്ചത്. പക്ഷേ അവൻ ഇപ്പോൾ പൈസ തരുന്നില്ല, അവനെ കബളിപ്പിക്കുകയാണ് എന്ന് പറയും. അങ്ങനെ ഒടുവിൽ തൻ്റെ ബൈക്കിൽ വിമലും ആ മാതാവും കൂടെ പോവുകയാണ്, ആ സ്ത്രീയും കൂടെ ചെല്ലുകയാണ്. ചെല്ലുമ്പോഴത്തേക്ക് വഴിയിൽ നിന്ന് ഈ മന്മഥൻ ആരോ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് പന്തികേടാണ് എന്ന് തോന്നിയ മന്മഥൻ ആ ഫോൺ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സ്ത്രീ ഇറങ്ങിയാണ്, ബൈക്കിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പം നമ്മുടെ വിമൽ ബൈക്കിൽ നിന്ന് അപ്പോൾ ഇറങ്ങുന്നില്ല. അപ്പം ഇറങ്ങി വന്നത് ഈ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ നടത്തുന്ന ഒരു ഭാഗമാണ് ഈ മന്മഥൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ സ്ത്രീ ആ മന്മഥനോട് ചോദിക്കുക, എൻ്റെ പൈസ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഏത് പൈസ, എന്ത് പൈസ എന്ന് ചോദിച്ച് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുമ്പോൾ നമ്മുടെ വിമൽ പതിയെ ബൈക്കിൽ നിന്ന് ഇറങ്ങുകയും അങ്ങനെ വിമൽ നേരിട്ട് കേസ് പിടിക്കുകയും ചെയ്യുകയാണ്. ഒടുവിൽ വിമലിനെ കളിയാക്കിയാണ്. വിമലിനോട് പറയും, നീ ചോദിക്കാൻ ആരാണ്, നിനക്കതിനുള്ള എന്താണ് ചീളി ഇറക്കാൻ നിനക്ക് എന്താണ് ബലം എന്ന് ചോദിക്കുമ്പോൾ നല്ല കാതലുള്ള എന്താ തടി പോയി തടിയാണ് എൻ്റെ എന്ന് പറഞ്ഞ് നമ്മുടെ മന്മഥൻ വെല്ലുവിളിക്കുമ്പോൾ ഞാനും കാതലുള്ള മരം തന്നെയാണ് എന്ന് പറഞ്ഞ് വിമൽ ഈ മന്മഥനുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ, എന്ത് കാതൽ, നിനക്ക് കാതൽ ഉണ്ടാകണമെങ്കിൽ ഒരു വംശം ഉണ്ടായിരിക്കണ്ടേ, നിന്റെ വംശം ഏതാടാ, നിനക്ക് സ്വന്തമായിട്ട് നിന്റെ അപ്പനാരെന്ന് അറിയത്തില്ലല്ലോടാ എന്ന് ചോദിച്ച് വിമലിനെ കളിയാക്കുമ്പോൾ വിമൽ ഒറ്റയടിയെ ചെവിക്കലുണ്ട് കേട്ടോ. ചെവക്കരണം തോണ്ടി ഒറ്റയടിക്ക് നമ്മുടെ മന്മഥൻ്റെ കിളി പോവുകയാണ്. ഒടുവിൽ ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മന്മഥൻ നിൽക്കുകയാണ്. ഒടുവിൽ വിമൽ ചോദിക്കുക, ശബ്ദം ഇപ്പം കേൾക്കാമോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദ്യം ഒന്ന് കിളി പോയ വിമൽ ഈ മന്മഥൻ പതറിപ്പോവുക. ഒടുവിൽ പൈസ കൊടുക്കില്ല എന്നും മന്മഥൻ സ്ട്രിക്റ്റ് പിടിക്കുകയും ഇതിനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സമയത്ത് അപ്പം നീ പൈസ തരില്ല ഇല്ലേ എന്ന് ചോദിക്കുക നമ്മുടെ വിമൽ. ഇല്ല എന്ന് പറയുകയാണ്. അതാ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ ബൈക്കിങ് എടുക്കുകയാണെന്ന് പറഞ്ഞ് ഈ മന്മഥൻ്റെ ഒരു നല്ല ബൈക്കിൻ്റെ താക്കോലൂരുകയും അങ്ങനെ ഈ ബൈക്ക് എടുത്തിട്ട് പറയുകയാണ്, നീ 50,000 രൂപയും 4 വർഷത്തെ പലിശയുമായിട്ട് വരാതെ ഈ ബൈക്ക് ഞാൻ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞ് തൻ്റെ ബൈക്ക് അവിടെ മാറ്റി വെച്ചിട്ട് ഈ മന്മഥൻ്റെ ബൈക്കുമായിട്ട് തൻ്റെ ആ സ്ത്രീയുമായിട്ട് പോകുന്നൊരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്തായാലും ഒരു ഗുണ്ടാ പരിപാടിയുമായിട്ടാണ് വിമൽ നടക്കുന്നത് എന്ന് തെളിയിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്നത് നന്ദ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ കമൽ ടീച്ചർ ഇറങ്ങി വെപ്രാളത്തോടു കൂടി ഇറങ്ങി ഓടുന്ന ഒരു ഭാഗം, ഇറങ്ങി വരുന്നൊരു ഭാഗം. അപ്പം പെട്ടെന്ന് നന്ദ ചോദിക്കുകയാണ്, എന്ത് പറ്റി ടീച്ചറെ വിട്ടുപോകുന്ന, പെട്ടെന്ന് ഇതന്നെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമോ, കഴിഞ്ഞു എന്ന് പറയാണ്. ഇത്രയും പെട്ടെന്നോ? അപ്പം പറയാണ്, മോളെ ക്ഷമിക്കണം, നടക്കില്ല, ഇത് നടക്കില്ല. ഈ പിങ്കിക്ക് ഈ സംസ്കൃതത്തെക്കുറിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ രാമനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ സീതയെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ സേതുബന്ധനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പിങ്കി എന്ന് പറഞ്ഞ സ്ത്രീ നേരെ തൻ്റെ ജീവിതകഥ അതിലൂടെ ഉപമിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നന്ദ ചോദിക്കുക, എന്ത്? അപ്പോൾ പറയാണ്, ഞാൻ രാമനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ ജീവിതകഥയിൽ താൻ സീതയായിട്ട് കാണുകയും അങ്ങനെ തൻ്റെ കാമുകനായിട്ട് ഗൗതം എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ എന്നോട് കഥ പറയുകയും എനിക്ക് അങ്ങോട്ടൊന്നും പറയുവാൻ പറ്റാത്ത ചില അവസ്ഥയൊക്കെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞു വരുമ്പോൾ അവിടെ തൻ്റെ കാമുകനെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ രാമേശ്വരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് എനിക്ക് പഠിപ്പിക്കുവാനോ സംസാരിക്കാൻ അവസരം തരുന്നില്ല മോളെ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നന്ദയ്ക്ക് മനസ്സിലായി, ഇവള് കളി റോങ്ങാ, ഇവളെ പഠിപ്പിക്കാൻ വിട്ടത് അബദ്ധമായി പോയി എന്നൊക്കെ നന്ദയ്ക്ക് തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. കാരണം രാമനെക്കുറിച്ച് പറയുമ്പോൾ ഗൗതം അവിടെ വരികയും സീതയെക്കുറിച്ച് പറയുമ്പം പിങ്കി അവിടെ വരികയും അങ്ങനെ ഒരു റൊമാൻറ്റിക് സീനെക്കുറിച്ചൊക്കെയാണ് പിങ്കി പറയുന്നത്. എന്തായാലും ഇനി പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. ഞാൻ ഇനി ഇവിടെ നിന്ന് ഇത് രാമായണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി അതൊക്കെ മറന്ന് ഒരു പക്ഷേങ്കിൽ പിങ്കിയുടെ കഥയായി മാറും, പിങ്കിയുടെ കഥ ലാസ്റ്റ് ഒടുവിൽ ഞാൻ പഠിക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് പറ്റില്ല മോളെ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഫീസിൻ്റെ കാര്യം, ഫീസ് ഒന്നും വേണ്ട, എന്ന് ഞാനിവിടുന്ന് പൊക്കോളാം, അല്ലെങ്കിൽ ഞാൻ പിങ്കിയുടെ കഥയുമായിട്ട് ഇനി നാട്ടിൽ കൂടെ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോകുന്ന നമ്മുടെ കമൽ ടീച്ചറിനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം എന്തായാലും പിങ്കി നന്ദ രണ്ടും കൽപ്പിച്ച് അടുത്ത പരിപാടിയാണ് പിങ്കിക്ക് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി അടുത്ത പരിപാടി. പക്ഷെ അത് ഒടുവിൽ ഒരു ട്വിസ്റ്റോട് കൂടിയാണ് കഥ അവസാനിക്കുന്നത്.
പിങ്കിയെ കൊണ്ട് നമ്മളെ അമ്മിക്കല്ലിൽ മുളകരയ്ക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം പിങ്കി ഇന്ന് അരയ്ക്കുക, മുളകരയ്ക്കുക, വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടിയ നടപടി. എന്തായാലും ഇന്ത്യവരത്തിൻ്റെ ഫുള്ള് ഉത്തരവാദിത്തോടു കൂടിയാണ് നന്ദ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം അല്ലാത്ത പക്ഷം പിങ്കി ഇത് ചെയ്യില്ല. എന്തായാലും പിങ്കിയെ കൊണ്ട് അമ്മിക്കല്ലിൽ മുളകരപ്പിക്കുക. മുളകരയ്ക്കുമ്പോൾ നമ്മുടെ നന്ദ ഒരു താളത്തിൽ ഇങ്ങനെ ഒരു ലയിച്ച് നിന്ന് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ അരയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗവും. അപ്പോൾ നന്ദയ്ക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന് കരുതി നിൽക്കുന്ന പിങ്കിയുടെ പിങ്കിയുടെ ഒരു ഭാഗവുമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്. ഒരു പക്ഷേങ്കിൽ പിങ്കിയുടെ പ്ലാൻ ഈ അമ്മിക്കല്ല് മറിച്ച് പിങ്കിയുടെ ദേഹത്തോ അല്ലെങ്കിൽ നമ്മുടെ നന്ദയെ അപായപ്പെടുത്തുവാനോ ശ്രമിക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്ന നാളത്തെ വിശേഷം എന്ന് പറയുന്നത്. അതാണ് നന്ദയ്ക്കിട്ട് ഒരു പണി കൊടുക്കുക. ഒരു പക്ഷേങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ആ വലിയ അമ്മിക്കല്ല് മറിച്ച് നന്ദയുടെ തലയിലോ നന്ദയുടെ കാലിലോ ഇടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്ലാൻ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. കാരണം ഒരു പിങ്കിയുടെ വലിയൊരു ക്രൂരത നിറഞ്ഞൊരു ഭാഗം ചിന്തിക്കുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും നാളത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.